ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഭരണഘടനാ ഭേദഗതികൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയായിട്ടുള്ള 42, 44 എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 52ാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. എന്താണ് ഭരണഘടനാ ഭേദഗതി? നിലവിലുള്ള ഭരണഘടനയിൽ അതിന്റെ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുക, കൂട്ടിച്ചേർത്തലുകൾ നടത്തുക, നിലവിലുള്ളവ എടുത്തു കളയുക തുടങ്ങിയ കാര്യങ്ങളെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 20 ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. ഈ ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അവകാശമാർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? ലോകസഭ, രാജ്യസഭ ആൻഡ് പ്രസിഡന്റ് എന്ന് 3 ചേർന്നതാണ് എന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ വിഷയം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 52ാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ്. 52ാമത് ഭരണഘടനാ ഭേദഗതി 1985 എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി 1985, 52ാമത് ഭരണഘടനാ ഭേദഗതി. 52ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കുകയും നിലവിൽ വരികയും ചെയ്ത വർഷം ഏതാണ്? പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം ഏതാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമാണ് 1985. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് 2 ഭരണഘടനാ ഭേദഗതികൾ പഠിച്ചിരുന്നു. ഏതാ? 42 പഠിച്ചു, 44 പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ പഠിച്ചത് പാസാക്കിയത് ഒരു വർഷമാണെങ്കിൽ നിലവിൽ വന്നത് മറ്റൊരു വർഷമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതി എന്നാണ് പാസാക്കിയത്? അത് 1976 നിലവിൽ വന്നത് 3 ജാനുവരി 1977. ഇനി 42 കഴിഞ്ഞാൽ 44ാം ഭരണഘടനാ ഭേദഗതി എന്നാണ്? അത് 1978 പാസാക്കി. നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30-ാം തീയതിയാണ് നിലവിൽ വന്നത്. അവിടെയൊക്കെ നമ്മൾ പാസാക്കിയത് ഒരു വർഷം പഠിച്ചു. പിന്നെ നിലവിൽ വന്നത് മറ്റൊരു വർഷമായിട്ടാണ് പഠിച്ചത് എങ്കിൽ 52ാമത് ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോ ഈ 52ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്തത് ഒറ്റ വർഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് എളുപ്പമാണ്. ഏതാണ് ആ വർഷം? അത് 1985. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ 52ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കിയപ്പോൾ, നിലവിൽ വന്നപ്പോൾ 2 ഒരേ വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. നിലവിൽ വരികയും പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് രാജീവ് ഗാന്ധി ആയിരുന്നു. 52ാമത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വരികയും അല്ലെങ്കിൽ 52ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കുകയും അത് നിലവിൽ വരികയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്നത്? രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? ശ്രീമാൻ രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 40 വയസ്സായിരുന്നു. അടുത്ത ചോദ്യം 52ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് ഒപ്പുവെച്ച അല്ലെങ്കിൽ 52ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അത് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? അത് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു.
അപ്പൊ നമുക്ക് കുറെ നേരമായിട്ട് പറയുകയാണ് 52ാമത് ഭരണഘടനാ ഭേദഗതി, 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന്. അപ്പോ എന്താണ് 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ? മലയാളത്തിൽ എന്തെന്ന് പറയും? കൂറുമാറ്റ നിരോധന നിയമം. ഈ പറയുന്ന 52ാമത് ഭരണഘടനാ ഭേദഗതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചാണ്. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് നമ്മൾ എന്തെന്ന് പറയും? ഇംഗ്ലീഷിൽ പറയും. പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ. അതായത് ഒരു 1960 മുതൽ 85 വരെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു അധികാരമോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ എന്നുള്ളത്. എന്താണ് അധികാരമോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ? അവരെന്താണ്? അവർ അധികാരത്തിനും പണത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ അവരുടെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു തവണ ഒരു ഗവൺമെന്റിന്റെ കൂടിയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അടുത്ത തവണ ആരോ അധികാരത്തിൽ വരുന്നു, അവരുടെ കൂടെ പോകും. അല്ലെങ്കിൽ എന്താണ്, നിലവിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ജയിച്ചിട്ട് ഒരു പാർട്ടിയുടെ പാനലിൽ നിന്ന് ജയിച്ചിട്ട് മറ്റുള്ള പാർട്ടിക്കാരുടെ കൂടെ പോകും. എന്താണ് സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മറ്റു പാർട്ടിക്കാരുടെ കൂടെ പോകും. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ എന്താണ് സ്ഥിരം സംഭവമായിരുന്നു. അത് പല സ്ഥലങ്ങളിലും ഭരണ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ഭരണ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1985 ഈ പറയുന്ന 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് പാസാക്കിയത്? കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്? എന്താണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഒരു പാർട്ടിയുടെ ബാനറിൽ എന്താണ് പാർലമെന്റിലേക്കുള്ള അംഗമോ അല്ലെങ്കിൽ എന്താണ് നിയമസഭയിലേക്കുള്ള അംഗമോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ അല്ലെങ്കിൽ ആ പാർട്ടി വിട്ടു പോവുകയോ അല്ലെങ്കിൽ എന്താണ് ആ പ്രസ്തുത പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന് ഈ പറയുന്ന പാർലമെന്റിലുള്ള അംഗത്വമോ അല്ലെങ്കിൽ എന്താണ് നിയമസഭയിലുള്ള അംഗത്വമോ നഷ്ടപ്പെടും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി അത് പറയാം. എന്താണ്? ഒരു പാർട്ടിയുടെ ബാനറിൽ പാർലമെന്റ് അംഗമോ അല്ലെങ്കിൽ എന്താണ് നിയമസഭാംഗമോ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രസ്തുത പാർട്ടിയിൽ നിന്ന് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ആ പ്രസ്തുത പാർട്ടി പറയുന്ന നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? ലംഘിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം എന്ത് സംഭവിക്കുമെന്നാണ്? ഇങ്ങനെ ചെയ്യുന്ന പക്ഷം പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ എവിടെയാണോ അയാൾ അംഗമായിരിക്കുന്നത് ആ അംഗത്വം എന്ന് പറയുന്നത് അയാൾക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോ എറണാകുളത്തെ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ MP ആണ് ആരെന്ന് പറയുന്നത്? എറണാകുളത്ത് പാർലമെന്റ് ഹൈബി ഈഡൻ എന്ന് പറയുന്നത് എറണാകുളം പാർലമെന്ററി മണ്ഡലത്തിലെ എന്താണ് MP ആണ് ഹൈബി ഈഡൻ എന്ന് പറയുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ എന്താണ് കാൻഡിഡേറ്റ് ആണ്. കോൺഗ്രസ്, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്ന് കരുതുക. അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നുകൊണ്ട് ഹൈബി ഈഡൻ മത്സരിച്ച് ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഹൈബി ഈഡൻ എന്താവും? MP ആകും. MP ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഹൈബി ഈഡൻ കോൺഗ്രസിലുള്ള തന്റെ അംഗത്വം എന്ത് ചെയ്യുന്നു? രാജിവെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈബി ഈഡന് MP സ്ഥാനം നഷ്ടപ്പെടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. ഇനി ഈ 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ചില അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് 52ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് സംഭവിച്ചു? ചില അനുച്ഛേദങ്ങളിൽ എന്ത് സംഭവിച്ചു? ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്? ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നതിന്റെ
മലയാള പ്രയോഗമാണ് അനുച്ഛേദം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എപ്പോഴും ഉണ്ടാകണം. PSC ആർട്ടിക്കിൾ എന്ന് ചോദിക്കും, അനുച്ഛേദം എന്ന് ചോദിക്കും. എങ്ങനെയാണോ അവരുടെ സൗകര്യം അതിനനുസരിച്ച് ചോദിക്കും. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാകണം? മനസ്സിലുണ്ടാകണം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാലും അനുച്ഛേദം എന്ന് പറഞ്ഞാലും എന്താണ്? സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോ 52ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച ആർട്ടിക്കിളുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആർട്ടിക്കിൾ 102ഉം ആർട്ടിക്കിൾ 191മാണ്. ഏതൊക്കെ ആർട്ടിക്കിളുകളാണ്? ആർട്ടിക്കിൾ 102, ആർട്ടിക്കിൾ 191. 52ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള 2 ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 102ഉം ആർട്ടിക്കിൾ 191. ഇനി എന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 102 പറയുന്നത്? ആർട്ടിക്കിൾ 102 പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ്. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 102 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർലമെന്റ് അംഗങ്ങളുടെ, പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞാൽ എവിടത്തേക്ക് അംഗങ്ങളായിരിക്കും? ലോകസഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ, രണ്ടും എന്തിന്റെ ഭാഗമാണ്? പാർലമെന്റിന്റെ ഭാഗമാണ്. ഈ പറയുന്ന ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 102 പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് പാർലമെന്റ് മെമ്പേഴ്സ്. എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് പാർലമെന്റ് മെമ്പേഴ്സ്. അതായത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഏതാണ്? രണ്ടാമത്തെ ആർട്ടിക്കിൾ 191. അതെന്താ പറയുന്നത്? അത് നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ്. എന്താണ്? നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത. അതായത് ഓരോ സംസ്ഥാനങ്ങളിലെയും MLA-മാർ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇവിടെയുള്ള MLA-മാരുടെ അയോഗ്യതയെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 191 പറയുന്നത്. നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത അഥവാ എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് എന്നുണ്ട്. ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് എന്നല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് എന്നുണ്ട്. ആർട്ടിക്കിൾ 102 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 102 പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 191 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നിയമസഭയിലുള്ള അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ്. 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം സംഭവിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 102ഉം 191. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോ ഇങ്ങനെയാണെങ്കിൽ എന്താണ് മാറ്റം സംഭവിച്ചത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആർട്ടിക്കിളുകളിൽ എന്താണ് മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ്. ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് മാറ്റം സംഭവിച്ചത്? ആർട്ടിക്കിൾ 102ലും 191ലും. ഇനി എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തതായിട്ട് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മളുടെ ഭരണഘടനയിൽ ഈ ആർട്ടിക്കിൾ 102ലും 191ലും പറയുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് താഴെയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? അക്കമിട്ട് 5 പോയിന്റുകളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് നോക്കുക. പാർലമെന്റ് അംഗത്വവും നിയമസഭാ അംഗത്വവും നഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നോക്കുവാൻ പോകുന്നത്. എന്താണ് ചോദ്യം? ഇതാണ്. പാർലമെന്റ് അംഗത്വവും നിയമസഭയിലുള്ള അംഗത്വവും രണ്ടിന്റെയും എന്താണ് കാരണങ്ങൾ? തുല്യമാണ്. പാർലമെന്റ് അംഗത്വവും നിയമസഭയിലുള്ള അംഗത്വവും നഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം ഇതാണ്. പാർലമെന്റിലായിക്കോട്ടെ നമ്മളുടെ നിയമസഭയിലായിക്കോട്ടെ അതിലുള്ള ഒരംഗം അദ്ദേഹം ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ്? ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്തും എല്ലാം വിറ്റിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ കടമൊന്നും അടച്ചു തീർക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കോടതി എന്തായിട്ട് പ്രഖ്യാപിക്കും? പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. എന്താണ്? പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. എന്താണ്? ഇൻസോൾവെന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പ്രയോഗം. എന്താണ്? അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. അതായത് ഒരു സഭാ അംഗത്തിനെ കോടതി എന്താണ്? പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന്റെ സഭയിലുള്ള അംഗത്വം നഷ്ടപ്പെടും. അപ്പോ ഒന്നാമത്തെ കാരണം എന്താണ്? ഒരു സഭാ അംഗത്തെ എന്ത് ചെയ്യുന്നു? പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. രണ്ടാമത്തേത്, സഭാംഗത്തിന് ചിത്തഭ്രമം സംഭവിക്കുകയാണെങ്കിൽ, അതായത്
അദ്ദേഹത്തിന് വല്ല മനോരോഗം ഉണ്ടാകുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അൺസൗണ്ടഡ് മൈൻഡ് ആയിട്ട് അദ്ദേഹം മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് സഭയിലുള്ള അംഗത്വം നഷ്ടപ്പെടും. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഈ സഭാംഗമായിരിക്കെ, ലോക്സഭയിലോ രാജ്യസഭയിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലോ എവിടെയെങ്കിലും അദ്ദേഹം അംഗമായിരിക്കെ അദ്ദേഹം എന്തു ചെയ്യുന്നു? അദ്ദേഹം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൗരത്വം എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമ്മൾ എന്താണ്? നമ്മളൊരു ഏക പൗരത്വമുള്ള രാജ്യമാണ്. നമ്മൾ എന്താണ്? കൂടുതലായിട്ടുള്ള പൗരത്വങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. എന്താണ്? 2 പൗരത്വമൊക്കെ അനുവദിക്കുന്ന രാജ്യങ്ങൾ എന്താണ് ലോകത്തിലുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയുള്ള രാജ്യമല്ല. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു ഏക പൗരത്വമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സഭാംഗമായിരിക്കും അദ്ദേഹം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന് ഈ സഭയിലുള്ള അംഗത്വം നഷ്ടപ്പെടും. ഇനി മാത്രമല്ല, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം സഭാംഗമായിരിക്കെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പദവി വഹിക്കുകയാണ് എന്ന് കരുതുക. അതായത് പ്രതിഫലം പറ്റുന്ന ഒരു ഗവൺമെന്റ് പദവി അദ്ദേഹം എന്താണ് വഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഈ പറയുന്ന അംഗത്വം നഷ്ടപ്പെടും. ഗവൺമെന്റ് പദവി എന്ന് പറയുമ്പോൾ, ആദായം കിട്ടുന്ന പദവി എന്ന് പറയുമ്പോൾ, മിനിസ്റ്റർ ആയിരിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു ആദായം കിട്ടുന്ന പദവിയുടെ കീഴിൽ വരുന്നതല്ല. MLA-മാർക്ക് MP-മാർക്കൊക്കെ എന്താകാം? മിനിസ്റ്റർ ആകാം. അതിന്റെ ശമ്പളമൊക്കെ പറ്റാം, അതിലൊന്നും തെറ്റില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റു ജോലികൾ, മറ്റു എന്താണ് പദവികളൊന്നും വഹിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മിനിസ്റ്റർ ആകാം, അതിനെന്തില്ല, അതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്താണ്, അത് ഈ പറയുന്ന ആദായം പറ്റുന്ന പദവിയുടെ കീഴിൽ എന്ത് ചെയ്യില്ല, വരില്ല. അപ്പൊ എന്താണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്? ഈ സഭയിലുള്ള അംഗം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഗവൺമെന്റ് പദവി സ്വീകരിക്കുക, ആദായം പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ലഭിക്കുന്ന, അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്ന ഒരു ഗവൺമെന്റ് പദവി. അത് സ്റ്റേറ്റ് ഗവൺമെന്റിലായിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റിലായിക്കോട്ടെ, ഈവൻ ലോക്കൽ ഗവൺമെന്റ്, അതായത് നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, എവിടെയെങ്കിലും അദ്ദേഹം ആദായം പറ്റുന്ന ഒരു പദവി വഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഭയിലുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പോ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തി. അതാണ് പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്കും എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ അംഗത്വവും നഷ്ടപ്പെടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്രിമിനൽ കേസിൽ ഒരു സ്പെസിഫിക്, അതായത് 2-3 വർഷം ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടും? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. അങ്ങനെ കുറെ നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർലമെന്റോ നിയമസഭകളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അത് പ്രകാരം എന്താണ്? അത് പ്രകാരം ഇത് നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അതായത് അത് പ്രകാരം എന്താണ്, ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഇതൊന്നും വഹിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കില്ല. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എന്താണ്? അത് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും എന്ത് ചെയ്യും? ഈ പറയുന്ന മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. അപ്പോ 5 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഒരു പാർലമെന്റ് അംഗത്തിനോ അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗത്തിനോ അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടുന്നതിനായിട്ട് 5 പോയിന്റുകൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്ന് പറയുന്നത്, അദ്ദേഹം പാപ്പരായി പോവുകയാണെങ്കിൽ. രണ്ടാമത്തേത് എന്താണ്? അദ്ദേഹത്തിന് ചിത്തഭ്രമം, അൺസൗണ്ട് മൈൻഡ് ആയി പോവുകയാണെങ്കിൽ. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ. നാലാമത്തേത് എന്താണ്? നാലാമത്തേത് ഗവൺമെന്റിൽ നിന്ന് എന്താണ് ആദായം പറ്റുന്ന പദവികൾ വഹിക്കുകയാണെങ്കിൽ. അഞ്ചാമത്തേത് എന്താണ്? അഞ്ചാമത്തേത് പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിൽ പറയുന്ന യോഗ്യത വ്യക്തിക്കുണ്ടെങ്കിലും എന്താണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ പ്രകാരമാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് അയാളുടെ പാർലമെന്റിലോ നിയമസഭയിലോ ഉള്ള അംഗത്വം എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. എവിടെ വരെ? 1985 വരെ ഈ 5 പോയിന്റുകൾ പ്രകാരമായിരുന്നു എന്ത് സംഭവിച്ചിരുന്നത്? ഒരംഗത്തിന് അദ്ദേഹത്തിന്റെ ലോക്സഭയിലോ രാജ്യസഭയിലോ സംസ്ഥാന അസംബ്ലിയിലോ ഉള്ള അംഗത്വം നഷ്ടപ്പെട്ടിരുന്നത് 1985 വരെ ഇത്തരം 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ 1985-ലെ 52ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇവിടെ ഒരു 6ാമത് പോയിന്റ് കൂടി എന്ത് ചെയ്യപ്പെട്ടു? കൂട്ടിച്ചേർക്കപ്പെട്ടു.
അതാണ് എന്തെന്ന് പറയുന്നത്, അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ, അല്ലെങ്കിൽ എന്താണ്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്താണ്, അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്കും എന്ത് ചെയ്യപ്പെടും, അത് അദ്ദേഹത്തിനും എന്ത് നഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ എന്താണ്, അംഗത്വം എവിടെയുള്ള പാർലമെന്റിലോ നിയമസഭയിലോ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ അവിടെയുള്ള എന്ത് നഷ്ടപ്പെടും, അംഗത്വം നഷ്ടപ്പെടും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 52ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നത്. നോക്കുക, ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 52ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 102ലും ആർട്ടിക്കിൾ 191ലും, ഇത് മുകളിൽ പറഞ്ഞ ഈ രണ്ട് ആർട്ടിക്കിളുകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 102ലും ആർട്ടിക്കിൾ 191ലും എന്താണ്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന അംഗത്തിന് എന്താണ്, അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടുമെന്ന് എന്ത് ചെയ്തു, അതിന്റെ 2 ആർട്ടിക്കിളുകളിലും 6ാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മളുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ്, ആർട്ടിക്കിള് പഠിച്ചു. 2 ആർട്ടിക്കിളുകളിലാണ് മാറ്റം വന്നത്. എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലോ നമുക്ക് അടുത്ത പോയിന്റ് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്, 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? ചോദ്യം എന്താണ്, 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? അത് 10ാം പട്ടികയാണ്. എന്താണ്? 10ാം പട്ടിക, 10ാമത്തെ ഷെഡ്യൂൾ ആണ് എന്തിൽ ഉൾപ്പെടുത്തിയത്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഷെഡ്യൂളുകളാണ് നമുക്കുണ്ടായിരുന്നത്, എത്ര പട്ടികകളാണ് നമുക്കുണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്ക് 8 ഷെഡ്യൂളുകൾ, 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ അത് 12 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 12 പട്ടികകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്. നിലവിൽ വന്നപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? നിലവിൽ വന്നപ്പോൾ 8 എണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ 12 പട്ടികകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ പറഞ്ഞു എന്താണ് പട്ടിക എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ പട്ടിക എന്ന് പറയുന്നത്? അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. പട്ടിക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു പുസ്തകം വായിക്കുന്ന ആളുകൾക്കാണ് അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിനെന്താണ്, ഒരു അധ്യായം തുടങ്ങുമ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു ഹെഡിങ് ഉണ്ടാവും. അതിനുശേഷം എന്താണ്, അതിന്റെ കീഴിലായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. എന്താണ്, 3ആയിട്ടാണ് തിരിക്കുന്നത്. അതായത് ഭാഗമുണ്ട്, അതായത് പാർട്ടുണ്ട്, പിന്നെ എന്താണ്, ആർട്ടിക്കിളുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതായത് നമ്മളൊരു ബുക്ക് എടുക്കുമ്പോൾ അതിന്റെ മെയിൻ ഹെഡിങ് എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഭരണഘടനയുടെ ഭാഗം, പാർട്ട് എന്നൊക്കെ പറയുന്നത്. ഇനി അതിന് കീഴിൽ ഈ ഭാഗത്തിന് കീഴിൽ വരുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആർട്ടിക്കിളുകൾ എന്ന് പറയുക. എന്താണ്? ആർട്ടിക്കിളുകൾ എന്ന് പറയുക. ഇപ്പൊ ചില ബുക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു പദം ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു 1 ഇടും. അത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങനത്തെ ഒരു പദം വരുമ്പോൾ 2 ഇടും. എന്നിട്ട് ബുക്കിന്റെ അടിയിലായിട്ട് ഈ 1 ഇട്ടതിന് ശേഷം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. ബുക്ക് വായിക്കുന്നവർക്ക് ഇത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് പട്ടിക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭാഗത്തിന്റെ വിശദീകരണങ്ങളാണ് ആർട്ടിക്കിളുകൾ. അതാണ്, ഭാഗത്ത് വരുന്ന വിശദീകരണങ്ങളാണ് ആർട്ടിക്കിളുകൾ. ഈ ചില ആർട്ടിക്കിളുകൾക്ക് എന്ത് വേണ്ടി വരും? ചില ആർട്ടിക്കിളുകൾക്ക് കൂടുതലായിട്ടുള്ള വിശദീകരണം ആവശ്യമായിട്ട് വരും. അപ്പോ ആർട്ടിക്കിളുകളുടെ വിശദീകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? വേഗം കമന്റ് ചെയ്യട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 എന്തിനെ കുറിച്ചാണ് പറയുന്നത്?
രാജ്യസഭയൊക്കെ പഠിച്ചപ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരും ഇല്ലല്ലോ ഇവിടെ. നല്ല കാര്യം. ഓക്കെ, ആർട്ടിക്കിൾ 80 പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ രാജ്യസഭയാണ്. നമ്മളുടെ രാജ്യസഭയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 80 പറയുന്നത്. എന്നാൽ ഈ ആർട്ടിക്കിൾ 80 നമ്മളുടെ രാജ്യസഭയുടെ എന്താണ് സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പോസിഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് എത്ര രാജ്യസഭാ സീറ്റുകൾ കൊടുക്കണം എന്നുള്ളത് ഈ ആർട്ടിക്കിൾ 80 പറയുന്നില്ല. മറിച്ച് ഈ ആർട്ടിക്കിൾ 80 വിശദീകരണമായിട്ടുള്ള പട്ടിക 4-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് എത്രയൊക്കെ സീറ്റുകൾ വേണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഉദാഹരണം, ഉത്തർപ്രദേശിന് 31 സീറ്റുകൾ ഉണ്ട്, രാജ്യസഭാ സീറ്റുണ്ട്. എന്താണ്, മഹാരാഷ്ട്രക്ക് 19 രാജ്യസഭാ സീറ്റുകളുണ്ട്. തമിഴ്നാടിന് എന്താണ് 18 രാജ്യസഭാ സീറ്റുകളുണ്ട്. കേരളത്തിന് 9 രാജ്യസഭാ സീറ്റുകളുണ്ട്. നിങ്ങൾ ഈ ആർട്ടിക്കിൾ 80 എടുത്തു നോക്കിയാൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. ഇതൊക്കെ എവിടെയായിരിക്കും കാണുക? ഇതൊക്കെ ഈ ആർട്ടിക്കിൾ 80 വിശദീകരണമായിട്ടുള്ള എന്താണ് ഷെഡ്യൂൾ 4 എടുത്തു നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് ചില ആർട്ടിക്കിളുകൾക്ക്, ചില അനുച്ഛേദങ്ങൾക്ക് എന്താണ് കുറച്ച് വിവരണം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരും. ഇത്തരത്തിലുള്ള വിവരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഷെഡ്യൂൾ അഥവാ പട്ടിക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് ഭരണഘടന, ഈ 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, പുതിയ ഒരു ഷെഡ്യൂള് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി. ആ ഷെഡ്യൂളിന്റെ പേരെന്താണ്, 10-ാം ഷെഡ്യൂള്. എത്രയാണ്, 10-ാം പട്ടിക അല്ലെങ്കിൽ 10-ാമത്തെ ഷെഡ്യൂള്. നോക്കുക, ആർട്ടിക്കിൾ 102-ലും ആർട്ടിക്കിൾ 191-ലും പ്രതിപാദിക്കുന്ന കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതയുടെ വിവരണാത്മക രൂപമാണ് എന്തെന്ന് പറയുന്നത്, 10-ാം പട്ടിക എന്ന് പറയുന്നത്. എന്താണ്, ആർട്ടിക്കിൾ 102, ആർട്ടിക്കിൾ 191 ഇവയിൽ പ്രതിപാദിക്കുന്ന കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതയുടെ വിവരണാത്മക രൂപമാണ് എന്തെന്ന് പറയുന്നത് 10-ാം പട്ടിക. അതായത് ഇത്രയേ ഉള്ളൂ. 102-ലും 191-ലും ആകെ ഇത്രയേ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്, 102-ലും 191-ലും പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ വരുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യപ്പെടും, ഇവരുടെ അംഗത്വം നഷ്ടപ്പെടും. ഇത്രയും മാത്രമേ 102-ലും 191-ലും പറയുന്നുള്ളൂ. ഇത് ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എവിടെയാണ് പറയുന്നത്, അത് 10-ാമത്തെ പട്ടികയിലാണ്. എവിടെയാണ് പറയുന്നത്, അത് 10-ാമത്തെ പട്ടികയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, 10-ാമത്തെ പട്ടികയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, അതിന്റെ ഒരു തുടക്കമായിട്ട് പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. എന്താണ്, പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഷെഡ്യൂൾ 10-ൽ അല്ലെങ്കിൽ എന്താണ് പട്ടിക 10-ൽ ഇതിന്റെ വിവരണങ്ങളാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോയെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അപ്പൊ എന്താണ്, പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും എന്താണ് പ്രധാനമായിട്ടും എത്ര കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്, 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ. എന്താണ്, രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മ ഹൈബീഡന്റെ കേസ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ എന്താണ്, ഞങ്ങളുടെ MLA എന്ന് പറയുന്നത് VD സതീശനാണ്. അതായത് പറവൂര് MLA എന്ന് പറയുന്നത് VD സതീശനാണ്. ഈ ഹൈബീഡനും VD സതീശനും ഒക്കെ എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ ജയിക്കപ്പെട്ട ആളുകളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. അവർ രണ്ടുപേരും എന്താണ്, കോൺഗ്രസ് പാർട്ടിയുടെ പാനലിൽ മത്സരിച്ച ആളുകളാണ്. ചിഹ്നം എന്താണ്, കൈപ്പത്തിയായിരിക്കും ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത്. അതാണ് ഒരു കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ. രണ്ടാമത്തെ വ്യക്തികളാണെന്ന് പറയുന്നത് സ്വതന്ത്രമായി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ. എന്താണ്, സ്വതന്ത്രരായിട്ട് മത്സരിച്ചിട്ട് എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു വ്യക്തി സ്വതന്ത്രനായിട്ട് മത്സരിക്കുക,
സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികളൊക്കെ അവരെ പിന്തുണയ്ക്കും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടികളുടെ പിന്തുണ എന്താണ് ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. സ്വതന്ത്രനായിട്ട് മത്സരിച്ച് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുണ്ട്. അത് ഏതെങ്കിലും പാർട്ടി പിന്തുണച്ചാലും ഇല്ലെങ്കിലും. ഒരു ഉദാഹരണം പറയാം. KT ജലീൽ എന്ന് പറയുന്ന MLA കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KT ജലീൽ എന്താണ്? CPM-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര MLA ആണ്. എന്താണ്? CPM-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം എന്തല്ല? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമല്ല. അദ്ദേഹം എന്താണ്? അദ്ദേഹം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലല്ല മത്സരിച്ചത്. മറിച്ച് എന്താണ്? അദ്ദേഹത്തിന്റെ ചിഹ്നം വേറെ ആയിരിക്കും. അദ്ദേഹം എന്താണ്? CPM-ന്റെ പിന്തുണയുള്ള സ്വതന്ത്രനാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നതും സ്വതന്ത്രനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അവരെന്താണ്? അവർ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ്? നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ. പണ്ട് എന്താണ്? നമ്മളുടെ സംസ്ഥാന നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അംഗങ്ങളെ, അതായത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ എന്ത് ചെയ്യുമായിരുന്നു? നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ ഇല്ല. ഇപ്പോൾ എന്താണ്? ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും എന്തില്ല? നോമിനേഷൻ ഇല്ല, നാമനിർദ്ദേശം ഇല്ല. ഇപ്പോൾ എവിടെ മാത്രമാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉള്ളത്? ഇപ്പോ രാജ്യസഭയിൽ മാത്രമാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉള്ളത്. രാജ്യസഭയിൽ എന്ത് ചെയ്യും? പ്രസിഡന്റ് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ് തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള ആളുകളെ എന്ത് ചെയ്യും? പ്രസിഡന്റ് രാജ്യസഭാംഗങ്ങളായിട്ട് നോമിനേറ്റ് ചെയ്യും. ഉദാഹരണം സുരേഷ് ഗോപി, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ എന്താണ്? രാജ്യസഭാംഗങ്ങളായ വ്യക്തികളാണ്. ഇവരൊക്കെ എന്ത് ചെയ്യപ്പെട്ടതാണ്? ഇവരൊന്നും ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല, രാഷ്ട്രപതി എന്ത് ചെയ്തതാണ്? നാമനിർദ്ദേശം ചെയ്തതാണ്. PT ഉഷ. അപ്പൊ എങ്ങനെയാണ് പാർലമെന്റ് അംഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നത്? മൂന്നായിട്ട് തിരിക്കും. രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള ആളുകൾ, സ്വതന്ത്രരായിട്ട് ജയിച്ച ആളുകൾ, പിന്നെ എന്താണ്? നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൾ, നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ എങ്ങനെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 10ാം പട്ടികയിൽ പറയുന്ന ഇവർക്കൊക്കെ ഉള്ള അയോഗ്യതകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത്, രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകപ്പെടാനുള്ള കാരണങ്ങൾ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് 3 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പിൻബലത്തോടു കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിന്ന് ജയിച്ച അംഗമാകുന്ന, പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാകുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന അംഗത്വം നഷ്ടപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടും? ഇദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, സഭയിൽ ഒരു വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നു എന്ന് കരുതുക. ഒരു ബില്ലിന്റെ പുറത്ത് ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ്. ഈ വോട്ടെടുപ്പിൽ നിന്ന് ഈ സഭയിലെ അംഗം വിട്ടുനിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടും? കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന്റെ സഭയിലുള്ള അംഗത്വം നഷ്ടപ്പെടും. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുക. അതായത് വിപ്പ് നൽകും. എല്ലാ അംഗങ്ങൾക്കും എന്ത് ചെയ്യും? വോട്ടെടുപ്പിന് മുമ്പ് വിപ്പ് നൽകും. നിങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഇതാണ്, നിങ്ങൾ ഈ നിലപാടിലാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളും എന്ത് ചെയ്യും? അവരുടെ അംഗങ്ങൾക്ക് ഒരു വിപ്പ് നൽകും. ഈ വിപ്പ് ആ അംഗം ലംഘിച്ചു എന്ന് കരുതുക. ഈ വിപ്പ് ആ അംഗം ലംഘിച്ച് അതിനെതിരായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഒരു മുത്തലാഖ് ബില്ല് ഒരു ഉദാഹരണമായിട്ട് പറയാം. മുത്തലാഖ് ബില്ല് BJP കൊണ്ടുവരുന്നു. കോൺഗ്രസിലെ അംഗങ്ങൾ എന്താണ്? അവരുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിനെ എതിർക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. പക്ഷേ
കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു എം പിക്ക് തോന്നുകയാണ് ഇതൊരു നല്ല ബില്ലാണ്, ഇതിനെ ഞാൻ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെന്ന് കരുതുക. അങ്ങനെ അദ്ദേഹം ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കോൺഗ്രസ് പാർട്ടി നൽകുന്ന വിപ്പ് ലംഘിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന്റെ എം പി സ്ഥാനമാണെങ്കിൽ എം പി സ്ഥാനം, MLA സ്ഥാനമാണെങ്കിൽ MLA സ്ഥാനം, ഇതെന്ത് ചെയ്യപ്പെടും? അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടും. അപ്പോ ഒരു പാർട്ടിയുടെ പാനലിൽ നിന്ന് ജയിച്ച വ്യക്തിക്ക് 3 കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് നഷ്ടപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം. ഒന്നാമത്തേത് എന്താണ്? സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം പാർട്ടിയുടെ അംഗത്വം എന്ത് ചെയ്താൽ? രാജിവെച്ചാൽ. രണ്ടാമത്തേത് എന്താണ്? സഭയിലെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ. മൂന്നാമത്തെ എന്താണ്? പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്താൽ? വോട്ട് ചെയ്താൽ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ അംഗത്വം കൂറുമാറ്റ നിരോധന നിയമപ്രകാരത്തിൽ എന്ത് ചെയ്യപ്പെടും? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി, അതായത് പാർട്ടിയുടെ ലേബലിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക്. രണ്ടാമത്തെ ടൈപ്പിലുള്ള അംഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? സ്വതന്ത്രരായിട്ട് ജയിക്കുന്ന അംഗങ്ങൾ. എന്താണ്? സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന അംഗങ്ങൾ. നോക്കുക, സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച വ്യക്തി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടാനുള്ള കാരണം എന്താണ്? സ്വതന്ത്രനായിട്ട് ജയിക്കപ്പെട്ട വ്യക്തി എന്താണ്? അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് KT ജലീലിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞു KT ജലീൽ എന്താണ്? KT ജലീൽ ഒരു സ്വതന്ത്രനായിട്ടുള്ള MLA ആണ്. CPM-ന്റെ പിന്തുണയുണ്ടെങ്കിലും അദ്ദേഹം എന്താണ്? അദ്ദേഹം സ്വതന്ത്രനായ MLA ആണ്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നു, അദ്ദേഹം ജയിച്ചു. ജയിച്ചതിന് ശേഷം അദ്ദേഹം തീരുമാനിക്കുകയാണ്, CPM ആണല്ലോ എന്നെ പിന്തുണച്ച കക്ഷി, ഞാൻ CPM-ൽ ഒരു അംഗത്വം എടുക്കാമെന്ന് കരുതുക. അങ്ങനെ അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയിൽ പോയി അംഗത്വം എടുത്താൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അദ്ദേഹത്തിന്റെ MLA സ്ഥാനം എന്ത് ചെയ്യപ്പെടും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നഷ്ടപ്പെടും. കാരണം എന്താണ്? നിങ്ങൾ സ്വതന്ത്രനായിട്ട് ജയിച്ചാൽ എന്താണ്? ആ കാലാവധി കഴിയുന്നവരെ, ആ MLA-യുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ കാലാവധി കഴിയുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വതന്ത്രനായിട്ട് തന്നെ തുടരണം. അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്ത് ചെയ്യപ്പെടും? നിങ്ങളുടെ MLA സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതാണ് രണ്ടാമത് പറയുന്നത്. എന്താണ്? സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച സഭാംഗം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഭയിലുള്ള അംഗത്വം എന്ത് ചെയ്യപ്പെടും? അദ്ദേഹത്തിന് നഷ്ടപ്പെടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ്? മൂന്നാമതൊരു കാറ്റഗറി കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അംഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു അത്? നോമിനേറ്റഡ് അംഗങ്ങൾ. എന്താണ്? നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ കേസിൽ എങ്ങനെയാണ്? നോക്കുക, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടാനുള്ള കാരണം എന്താണ്? അതായത് ഒരു വ്യക്തിയെ രാഷ്ട്രപതി, ഇപ്പൊ രാജ്യസഭയിൽ മാത്രമേ എന്തുള്ളൂ? നോമിനേഷൻ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ലോക്സഭയിലും ഇല്ല, സംസ്ഥാന നിയമസഭയിലും എന്തില്ല? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല. എവിടെ മാത്രമേ ഉള്ളൂ? രാജ്യസഭയിൽ മാത്രമേ നോമിനേറ്റഡ് അംഗങ്ങളുള്ളൂ. ഇപ്പോ എന്നെ രാജ്യസഭയിലേക്ക് ഇപ്പോ ഭരിക്കുന്ന പാർട്ടി ആയിട്ടുള്ള BJP എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞിട്ട് എന്താണ്? രാഷ്ട്രപതി രാജ്യസഭാംഗമായിട്ട് ഒരു MP ആയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് കരുതുക. എന്താണ്? എന്നെയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു. BJP-കാരൊക്കെ കൂടി ഇടപെട്ടിട്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത്? ഒരു രാജ്യസഭ MP ആക്കിയത് എന്ന് കരുതുക. ഞാൻ നോമിനേറ്റഡ് അംഗമായിട്ടുള്ള MP ആണ്. ഞാൻ MP ആയിട്ട് ചെന്ന് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുകയാണ്, അല്ല, ഇവരൊക്കെ കൂടി ചേർന്നാണല്ലോ എന്നെ എന്താക്കിയത്? നോമിനേറ്റഡ് MP ആക്കിയത്. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് അങ്ങ് BJP-യിൽ ചേർന്നേക്കാം, അവരാണല്ലോ എന്നെ ഇതാക്കിയത് എന്ന് ഞാൻ വിചാരിച്ചാൽ, ഞാൻ MP ആയതിനു ശേഷം, നോമിനേറ്റഡ് ചെയ്യപ്പെട്ട് MP ആയതിനു ശേഷം 6 മാസത്തിന് ശേഷം ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാൽ എന്ത് ചെയ്യപ്പെടും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്റെ എന്ത് നഷ്ടപ്പെടും?
എന്റെ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും. അപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റ് എത്രയാണ്? 6 മാസത്തിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത്. 6 മാസത്തിന് ശേഷം ചേർന്നാലേ കുഴപ്പമുള്ളൂ. എന്നെ എം പി ആക്കി 6 മാസത്തിനുള്ളിൽ ഞാൻ എവിടെ ചേർന്നു? ഞാൻ BJP-യിൽ ചേർന്നു എന്ന് കരുതുക. അപ്പോ അത് എന്തിന്റെ പരിധിയിൽ വരില്ല? അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ എന്ത് ചെയ്യില്ല? അത് ഉൾപ്പെടില്ല. നോക്കുക, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർലമെന്റിലോ നിയമസഭയിലോ, ഇത് പഴയ കാര്യമാണ്, ഇപ്പൊ പാർലമെന്റില് രാജ്യസഭയിൽ മാത്രമേ ഉള്ളൂ, നിയമസഭയിൽ എന്തില്ല? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാകുന്ന വ്യക്തി അംഗമായി 6 മാസത്തിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? അയാളുടെ സഭാംഗത്വം നഷ്ടപ്പെടും. എന്താണ്? നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാകുന്ന ഒരു വ്യക്തി അംഗമായിട്ട് 6 മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടും. എന്നാൽ MP ആയതിനു ശേഷം, അല്ലെങ്കിൽ എന്താണ്, അംഗമായതിനു ശേഷം 6 മാസത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് എന്തിന്റെ പരിധിയിൽ വരില്ല? അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല. 6 മാസത്തിനുള്ളിൽ ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചാൽ എന്ത് ചെയ്യില്ല? എനിക്ക് എന്റെ അംഗത്വം നഷ്ടപ്പെടില്ല. എന്നാൽ 6 മാസത്തിന് ശേഷമാണ് ഞാൻ അംഗത്വം സ്വീകരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യപ്പെടും? എനിക്ക് എന്റെ അംഗത്വം എന്ന് പറയുന്നത് എന്താണ്? നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് 10ാമത്തെ ഷെഡ്യൂളിൽ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 3 ടൈപ്പ് ഓഫ് ആയിട്ടുള്ള മെമ്പർമാരാണുള്ളത്. 1 രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ജയിക്കുന്നവർ, 2 എന്താണ്, സ്വതന്ത്രരായിട്ട് ജയിക്കുന്നവർ, 3 എന്താണ്, 3 നോമിനേറ്റഡ് മെമ്പേഴ്സ്. രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗമാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാലോ, രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങൾ ലംഘിച്ചാലോ, പിന്നെ എന്താണ്, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാലോ എന്ത് ചെയ്യപ്പെടും? കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അംഗത്വം നഷ്ടപ്പെടും. ഇനി സ്വതന്ത്രനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലോ, സ്വതന്ത്രനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം എന്താണ്, തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെടും? അംഗത്വം നഷ്ടപ്പെടും. ഇനി 3ാമത് പറഞ്ഞ കാറ്റഗറി ഏതാണ്? 3ാമത് പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. അതായത് നോമിനേറ്റഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെങ്കിൽ വിത്തിൻ 6 മന്ത് ചെയ്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണം. 6 മാസത്തിനുള്ളിൽ ചേർന്നാൽ അത് എന്തിന്റെ പരിധിയിൽ വരില്ല? കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല. 6 മാസത്തിന് ശേഷമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതെങ്കിലോ അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരികയും ആ അംഗത്തിന് എന്ത് ചെയ്യപ്പെടും? ആ അംഗത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് 10ാം ഷെഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. പക്ഷെ മനസ്സിലാക്കി പഠിക്കണം. ഇനി നോക്കുക, അടുത്ത ചോദ്യം ഇതാണ്: സഭാംഗങ്ങളുടെ കൂറുമാറ്റം സംബന്ധിച്ച് അവസാന തീരുമാനം എടുക്കുന്നത് ആരാണ്? അതായത് ഒരു സഭയിലെ അംഗത്തെ, ഇപ്പൊ രാജ്യസഭയിലെ അംഗത്തെ പുറത്താക്കണം, അല്ലെങ്കിൽ ലോകസഭയിലുള്ള ഒരു അംഗത്തെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കണം. ഇതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, അതിന്റെ എന്താണ്, പരമമായിട്ട് തീരുമാനം എടുക്കുന്നതിനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. എന്താണ്? സഭാംഗങ്ങളുടെ കൂറുമാറ്റം സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കുന്നത് സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യക്ഷൻ എന്നാണ് അർത്ഥം. എന്താണ്? അധ്യക്ഷൻ എന്നാണ് അർത്ഥം. ഇപ്പൊ ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? PM സ്പീക്കർ. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭാ സ്പീക്കർ ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്?
രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷന് പറയുന്ന പേരെന്താണ്? ചെയർമാൻ, രാജ്യസഭാ ചെയർമാൻ. അത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും, അത് വേറെ കാര്യമാണ്. ലോക്സഭയുടേത് എന്താണ്? ലോക്സഭാ സ്പീക്കർ. രാജ്യസഭയുടേത് എന്താണ്? രാജ്യസഭാ ചെയർമാൻ. സംസ്ഥാന നിയമസഭകളുടേത് ആരാണ്? നിയമസഭാ സ്പീക്കർ. ഇവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇവരെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തെ പുറത്താക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള പരമമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനായിരിക്കും. അതായത് ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത്. സംസ്ഥാന നിയമസഭകളുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? നിയമസഭ സ്പീക്കർ എന്ന് പറയുന്നത്. ഇവരാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത്? അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? അന്തിമമാണെന്നും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും എന്ത് ചെയ്യുന്നു? കൂറുമാറ്റ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്താണ്? പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം എന്ന് പറയുന്നത് അന്തിമമാണ്, അതെന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഒരംഗത്തെ പുറത്താക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഇങ്ങനെ വരികയാണ്. അതായത് ലോക്സഭയിലുള്ള ഒരു അംഗത്തെ ലോക്സഭാ സ്പീക്കർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്താണ് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയാൽ അത് ആ അംഗത്തിന് അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ശരിയാണോ തെറ്റാണോ? ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് തരികയാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ഒരു ലോക്സഭാ അംഗത്തിനെ ലോക്സഭാ ചെയർമാൻ പുറത്താക്കി. അപ്പോ ഈ ലോക്സഭാ അംഗത്തിന് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ചോദ്യം ചെയ്യാൻ കഴിയും. ഇത് ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന തെറ്റാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ശരിയാണ്. അത് എന്താണ്? ശരിയാണ്. അപ്പൊ സാറല്ലേ ഇപ്പൊ തന്നെ ഞങ്ങളോട് സാർ രണ്ടു വർത്താനം പറയരുത് കേട്ടാ എന്നൊന്നും ആരും ചോദിക്കരുത്. സാർ എന്നല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമാണോ, കോടതിയിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ ഇതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് മനസ്സിലാക്കുക. 1993 വരെയാണ് എന്തുണ്ടായിരുന്നത്? ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം യാതൊരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഉണ്ടായിരുന്നു. അത് 93 വരെ എന്തായിരുന്നു? വാലിഡ് ആയിരുന്നു. 93 എന്ത് സംഭവിച്ചു? 93 സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. എന്തെന്ന്? ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അല്ലെങ്കിൽ എന്താണ്? ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്താണ്? പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനിച്ചാലും അതെവിടെ ചോദ്യം ചെയ്യാൻ പറ്റും? അത് കോടതിയിൽ ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് ശരിയാണ്. നോക്കുക, നമ്മൾ ഈ മുകളിൽ പറഞ്ഞ വ്യവസ്ഥ എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണെന്ന് 1993 ആര് പ്രഖ്യാപിച്ചു? സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതായത് ഇപ്പോ പരമാധികാരം, പുറത്താക്കാനുള്ള പരമാധികാരമൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പക്ഷേ 93 സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പുറത്താക്കിയാലും അത് കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല എന്നൊന്നും നിങ്ങൾ പറയണ്ട. കോടതിയിൽ ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പരിശോധിക്കും. തെറ്റാണെങ്കിൽ എന്താണ്? നിങ്ങളുടെ ആ തീരുമാനം ഞങ്ങൾ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. അപ്പൊ എന്താണ്? ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യാം? നമുക്ക് കോടതിയിൽ എന്ത് ചെയ്യാം? ഇത് പരിശോധിക്കാം. 93 മുമ്പ് വരെ കഴിയില്ലായിരുന്നു. 93 എന്ത് സംഭവിച്ചു? സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ പറഞ്ഞ വ്യവസ്ഥ, അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ കോടതികൾക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്നും ആര് പ്രഖ്യാപിച്ചു? സുപ്രീം കോടതി പ്രസ്താവിച്ചു. അപ്പൊ അതെന്തുണ്ടാകണം? അത് നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് എന്തുണ്ടാകണം? നിങ്ങളുടെ മനസ്സിൽ ഈ പോയിന്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ
അടുത്ത ചോദ്യം, അതായത് നമ്മളിപ്പോ പറഞ്ഞു കൂറുമാറ്റ പ്രകാരം, നിരോധന നിയമപ്രകാരം എന്താണ് ഒരു വ്യക്തിയുടെ അയോഗ്യതയെ കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള പരമമായിട്ടുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കാണെന്ന് പറഞ്ഞു. അപ്പോ ഈ കൂറുമാറ്റം ഒഴികെയുള്ള വിഷയങ്ങൾ, കൂറുമാറ്റം ഇല്ലാതെ ഒരു 5 വിഷയങ്ങൾ നമ്മൾ മുകളിൽ പറഞ്ഞു. എന്താണ്? അൺസൗണ്ടഡ് മൈൻഡ്, പിന്നെ എന്താണ് പാപ്പരാകുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോ ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ് വഹിക്കുക, അതായത് ആദായം പറ്റുന്ന പദവി വഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോ ഇതൊക്കെ പ്രകാരം ഒരു പാർലമെന്റ് അംഗം അദ്ദേഹത്തിന് അയോഗ്യതയുണ്ടോ എന്നുള്ളതിന്റെ പരമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അല്ലാതെ ഒരു അംഗത്തിന്റെ അയോഗ്യതയെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള പരമമായിട്ടുള്ള അധികാരം ആർക്കാണ്? PSC അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്പീക്കറാണോ അതിലും തീരുമാനം എടുക്കുന്ന? ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പെട്ടെന്ന് പറയൂ. സ്പീക്കർ അല്ല, പിന്നെ ആരാണ് അതിൽ തീരുമാനം എടുക്കുക? പാർലമെന്റ് ആണോ? പാർലമെന്റും അല്ല. ആ മുകളിൽ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാർലമെന്റ് അംഗത്തെ അയോഗ്യതയെ കുറിച്ച് പരമമായിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നതിനുള്ള അധികാരം ഇന്ത്യയുടെ പ്രസിഡന്റിനാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. ആർക്കാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. നോക്കുക, കൂറുമാറ്റം കൂടാതെയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആരാണ്? അത് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 103. എന്താണ്? ആർട്ടിക്കിൾ 103 പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പറയുന്നത്, കൂറുമാറ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാർലമെന്റ് അംഗത്തിന്റെ അയോഗ്യതയെ കുറിച്ച് സംബന്ധിക്കുന്ന അന്തിമ തീരുമാനമെടുക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഇത് തന്നെ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് ആരായിട്ട് മാറും? അത് ഗവർണറായിട്ട് മാറും. അതായത് പാർലമെന്റിൽ എന്താണ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണെങ്കിൽ അത് നിയമസഭകളുടെ കാര്യം വരുമ്പോൾ ആരായിരിക്കും? അത് ഗവർണർ ആയിരിക്കും. നോക്കുക, കൂറുമാറ്റം കൂടാതെയുള്ള നിയമസഭാംഗങ്ങളുടെ അയോഗ്യത സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആരാണ്? ഗവർണറാണ്. ഏത് ഭരണഘടനാ വകുപ്പിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 192 ആർട്ടിക്കിൾ 103 പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ചും ആർട്ടിക്കിൾ 192 ഗവർണറുടെ അധികാരത്തെ കുറിച്ചുമാണ് പറയുന്നത്. അടുത്തത്, ഈ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10ാം പട്ടിക അടിസ്ഥാനപ്പെടുത്തി നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അല്ലെങ്കിൽ ഈ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് 10ാം ഷെഡ്യൂൾ അടിസ്ഥാനപ്പെടുത്തി ചില നിയമങ്ങൾ നിർമ്മിക്കും. ഈ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ആർക്കാണ്? സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. ആർക്കാണ്? സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണമാണെങ്കിലും അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചിട്ടുള്ള ഫൈനൽ ഡിസിഷൻ ആണെങ്കിലും അത് ആരുടെ കയ്യിലാണ്? അത് സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിലാണ്. നോക്കുക, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ ലോകസഭാംഗം ആരാണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാംഗമാണ് ലാൽ ദുഹോമ എന്ന് പറയുന്നത്. ലോകസഭാംഗത്തെയാണ് ചോദിക്കുന്നത് ഷിജിനെ, സംസ്ഥാന നിയമസഭാംഗമല്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ ലോകസഭാംഗം ലാൽ ദുഹോമയാണ്. അദ്ദേഹം 1986 എന്താണ് മിസോറാം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അങ്ങനെ 1986 അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയും എന്താണ് ലാൽ ദുഹോമ കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ MP ആയി മാറുകയും ചെയ്തു. എന്നാൽ MP ആയി മാറിയതിനു ശേഷം ലാൽ ദുഹോമ എന്ത് ചെയ്തു? ലാൽ ദുഹോമ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും അത് പ്രകാരം 1988 ലാൽ ദുഹോമയെ എന്ത് ചെയ്തു? കൂറുമാറ്റ നിരോധന
നിയമപ്രകാരം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ ലോകസഭാംഗമാണ് ആരെന്ന് പറയുന്നത്? മിസോറാമിൽ നിന്നുള്ള ലാൽ ദുഹോമ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും എന്താണ് അയോഗ്യത കൽപ്പിക്കപ്പെട്ട അംഗം ആരാണ്? എന്താണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും എന്താണ് ഈ പറയുന്ന എന്താണ് അയോഗ്യത കൽപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? അതും ഇതേ ലാൽ ദുഹോമ തന്നെയാണ്. എന്താണ്? ലാൽ ദുഹോമ തന്നെയാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും എന്ത് ചെയ്തത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ഇത് ചെയ്തത്. അതായത് 2020 ഈ പറയുന്ന ലാൽ ദുഹോമ ഈ പറയുന്ന മിസോറാമിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ലാൽ ദുഹോമ എന്ത് ചെയ്യപ്പെട്ടു? അദ്ദേഹം ജയിച്ച് MLA ആവുകയും ചെയ്തു. ജനപിന്തുണ ഇഷ്ടംമാതിരിയുള്ള ഒരു വ്യക്തിയാണ് ഈ ലാൽ ദുഹോമ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? നിർമ്മാണ സഭയിലേക്ക് മത്സരിച്ചു, അവിടുത്തെ MLA ആയി. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതിനുശേഷം അവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു. സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ഇദ്ദേഹം ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെട്ടു. നമ്മളുടെ ബാല പറയുന്ന പോലെ പൊട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല അസല് പൊട്ടൻ എന്ന് പറയുന്നില്ലേ, അതാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. ആദ്യം തന്നെ എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിന്നു. എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് രാജിവെച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. വീണ്ടും അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിയമസഭയിലേക്ക് നിന്നു. എന്ത് സംഭവിച്ചു? അതിനുശേഷം അദ്ദേഹം ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്താൽ തന്നെ എന്ത് ചെയ്യും? കൂറുമാറ്റ നിരോധനത്തിന്റെ നിയമത്തിൽ പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം കളയും. ഇദ്ദേഹം അംഗത്വം എടുക്കുക മാത്രമല്ല ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് വരെ ഇരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അങ്ങനെ ഒരു മണ്ടത്തരം അദ്ദേഹം കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് PSCക്ക് പഠിക്കേണ്ടി വന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്താണ്? ഒന്ന്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാംഗം ലാൽ ദുഹോമ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും എന്താണ് അയോഗ്യത കൽപ്പിക്കപ്പെട്ട അംഗം? അതുമാര് തന്നെയാണ്. അതും ഇതേ ലാൽ ദുഹോമ തന്നെയാണ്. ഇനി അടുത്തത് സ്വാഭാവികമായിട്ടും കേരളത്തെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാകാതെ തരമില്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗം ആരാണ്? R ബാലകൃഷ്ണപിള്ള. ഇപ്പോഴത്തെ നമ്മളുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? ഈ R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുവാൻ കാരണമായിട്ടുള്ള സംഭവം 1988 നടക്കുന്നത്. 1988 ഈ പറയുന്ന ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു MLA ആയിരുന്നു. എന്താണ്? കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. കേരള കോൺഗ്രസ് A മുതൽ Z വരെയുള്ള എല്ലാം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ള പാർട്ടികളുണ്ട്. എന്താണ്? വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് എന്തെന്ന് പറയുക? കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ABCDG അങ്ങനെയുള്ള ഒരുവിധപ്പെട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് ലെറ്ററിലും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അതിലൊരു പാർട്ടി ആയിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പറയുന്നത്. PJ ജോസഫിന്റെ കീഴിലുള്ള പാർട്ടി. 88 ഈ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് എന്താണ്? ഈ പാർട്ടിയിൽ ഒരു ജോസഫ് വിഭാഗത്തിന്റെ ഒരു MLA ആയിരുന്നു. അപ്പോ ഈ സമയത്ത് ഈ ജോസഫ് വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന UDF-നൊപ്പമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ ജോസഫ് വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ത് തീരുമാനിച്ചു? ഇവര് തീരുമാനിച്ചു, നമ്മൾ UDF-ഉമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് നിർത്തുകയാണ്, നമ്മൾ എവിടേക്ക് പോകുന്നു? LDF-ലേക്ക് പോകുന്നു എന്ന് PJ ജോസഫ് തീരുമാനിച്ചു. ആ പാർട്ടിയിലുള്ള 3-2 അംഗങ്ങളുടെ പിന്തുണ ജോസഫിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ PJ ജോസഫ് എന്ത് ചെയ്തു? അദ്ദേഹം UDF-ൽ നിന്ന് കോൺഗ്രസിലേക്ക്, UDF-ൽ നിന്ന് LDF-ലേക്ക് പോയി. LDF മുന്നണിയുടെ ഭാഗമായിട്ട് പോയി. എന്നാൽ അന്ന് ഈ ജോസഫ് വിഭാഗത്തിന്റെ എന്താണ് MLA ആയിരുന്ന ഈ പറയുന്ന R ബാലകൃഷ്ണപിള്ള എന്ത് ചെയ്തു? അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചില്ല. അദ്ദേഹം LDF-ലേക്ക് പോകാതെ UDF-ന്റെ ഒപ്പം തന്നെ നിലനിന്ന് പാർട്ടിയുടെ തീരുമാനം എന്ത് ചെയ്തു? ലംഘിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു?
അങ്ങനെ അന്നത്തെ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ എന്ത് ചെയ്തു? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ പറയുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാ അംഗമാണ് ആരെന്ന് പറയുന്നത്? ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അതിന് സംഭവമായിട്ടുള്ള അതിനുശേഷമാണ് അദ്ദേഹം എന്താണ് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു, ബാലകൃഷ്ണപിള്ള ബി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത് 52ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. വളരെ നമ്മള് എല്ലാ ഭരണഘടന, അതായത് 42ഉം 44ഉം നമ്മൾ പഠിച്ചപ്പോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. അത് മാറ്റി ഇത് മാറ്റി മറ്റേത് മാറ്റി മറിച്ചത് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ 52ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? എളുപ്പമാണ്, നമുക്ക് കുറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ഒരൊറ്റ കാര്യമേ പഠിക്കാനുള്ളൂ. അതെന്താണ്? അത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്, കൂറുമാറ്റ നിരോധന നിയമമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ്? ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ.